തെക്കൻ യൂറോപ്പിൽ കേരളത്തിന്റെ അതേ വലിപ്പമുള്ള ഒരു രാജ്യമാണ് മെസഡോണിയ. ഏകദേശം ആലപ്പുഴ ജില്ലയിലുള്ള അത്രയും ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. എങ്കിലും മെസഡോണിയക്കാർ വീരശൂര പരാക്രമികളായതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ യുഗോസ്ലാവിയ നിർബന്ധിതരായി. റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി സമരം ചെയ്ത ചെച്ചന്യ ഇതുവരെ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. അതുപോലെ യുഗോസ്ലാവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച കൊസവോ ഇതുവരെ ഐക്യരാഷ്ട്രസഭയുടെ മെമ്പർഷിപ്പ് ലഭിക്കാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ കൊസവോയെ അംഗീകരിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ മെസഡോണിയക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുകയും നാറ്റോ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ അറിയപ്പെട്ട ഒരു പൗരാണിക രാഷ്ട്രമായതുകൊണ്ടാണ് മെസഡോണിയക്ക് ഇത്രയും റെസ്പെക്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ലഭിച്ചത്. യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ അംഗത്വത്തിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട്. അനുകൂലമായിട്ടാണ് ഈ അപേക്ഷ പരിഗണിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. പണ്ടുകാലത്ത് തുർക്കിയിലെ മുസ്ലിങ്ങൾ ഭരിച്ച ഒരു രാജ്യമാണ് മെസഡോണിയ. ഇപ്പോഴും രാജ്യത്തിലെ 25% ആളുകൾ മുസ്ലിങ്ങളാണ്. 4 ലക്ഷത്തോളം മുസ്ലിങ്ങൾ മെസഡോണിയയിൽ താമസിക്കുന്നു. സ്വന്തമായി ഒരു രാജ്യം വേണമെന്ന് മെസഡോണിയയിലെ മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും ഗവൺമെന്റ് ഈ പ്രക്ഷോഭം ബലം പ്രയോഗിച്ച് അടിച്ചമർത്തുകയാണ് ചെയ്തത്. അവസാനം മുസ്ലിങ്ങൾ കീഴടങ്ങുകയും തങ്ങളുടെ ഭാഷയായ അൽബേനിയൻ ദേശീയ ഭാഷയായി അംഗീകരിക്കണമെന്ന ആവശ്യത്തിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്തു. കൂടുതലും അൽബേനിയൻ വംശജരാണ് മെസഡോണിയയിലെ മുസ്ലിങ്ങൾ. അല്പസ്വല്പം ബോസ്നിയാക്സും ഇവിടെയുണ്ട്. മുസ്ലിങ്ങളിൽ 60% ദൈവവിശ്വാസികളും 40% നിരീശ്വരവാദികളുമാണ്. പണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചതുകൊണ്ട് മെസഡോണിയയിലെ കറൻസിയെ ഇപ്പോഴും ദീനാർ എന്നാണ് വിളിക്കുന്നത്. ഒരു മെസഡോണിയൻ ദീനാർ കൊടുത്താൽ 1.5 ഇന്ത്യൻ രൂപ കിട്ടും. മെസഡോണിയൻ ദീനാറിനാണ് വാല്യൂ കൂടുതൽ. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യമാണ് മെസഡോണിയ. മാഡ്ക കാനിയൺ കാണുവാനും ഈ കാനിയണിൽ ബോട്ടിംഗ് നടത്തുവാനും ടൂറിസ്റ്റുകൾക്ക് വലിയ താല്പര്യമാണ്. അതുപോലെ ഓഹ്രിഡ് തടാകവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 2800 മീറ്റർ ഉയരത്തിലുള്ള ഓഹ്രിഡ് തടാകം മനോഹരമായ ഒരു കാഴ്ചയാണ്. മെസഡോണിയയുടെ തലസ്ഥാനമായ സ്കോപ്പിയ നഗരം ധാരാളം കോട്ടകളും ചരിത്ര സ്മാരകങ്ങളും പഴയ ടർക്കിഷ് ടൗണും ഒക്കെയുള്ള മനോഹരമായ ഒരു നഗരമാണ്. മുസ്തഫ പാഷ ജുമാ മസ്ജിദ് 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ്. ടർക്കിഷ് ശൈലിയിലുള്ള ധാരാളം ബാത്ത് ഹൗസുകളും ഇവിടെയുണ്ട്. സ്കോപ്പിയ നഗരത്തിൽ എവിടെ നോക്കിയാലും അലക്സാണ്ടറുടെ പ്രതിമകൾ കാണാം. മഹാനായ അലക്സാണ്ടർ മെസഡോണിയക്കാരനായിരുന്നുവെന്ന് ഈ രാജ്യക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ അലക്സാണ്ടർ ഗ്രീക്ക് സ്വദേശിയായിരുന്നു എന്നാണ് ആ നാട്ടുകാർ വിശ്വസിക്കുന്നത്. മെസഡോണിയയും ഗ്രീക്കും അയൽരാജ്യങ്ങളായതുകൊണ്ടും അലക്സാണ്ടറുടെ സ്വദേശം ഈ 2 രാജ്യങ്ങളുടെ മധ്യത്തിലായിരുന്നതുകൊണ്ടും 2 കൂട്ടരും പറയുന്നത് ശരിയാണെന്ന് വിധിക്കുന്നതിൽ തെറ്റില്ല. ഇന്ത്യക്കാരായ മദർ തെരേസയ്ക്ക് മെസഡോണിയയിൽ ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. മദർ തെരേസ മെസഡോണിയക്കാരിയാണെന്ന് ആ രാജ്യം അവകാശപ്പെടുന്നു. മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ഇന്ത്യയിൽ മധുരപലഹാര വിതരണം നടക്കുകയുണ്ടായി. അതുപോലെ മെസഡോണിയയിലും മധുരപലഹാര വിതരണം നടന്നു. തൊട്ടടുത്ത രാജ്യമായ അൽബാനിയയിലും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യപ്പെട്ടു. മദർ തെരേസ അൽബാനിയക്കാരിയാണെന്ന് ആ നാട്ടുകാരും അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ മദർ തെരേസ അൽബേനിയക്കാരിയായിരുന്നു. അവരുടെ അച്ഛനും അമ്മയും അൽബേനിയൻ സ്വദേശികളാണ്. പക്ഷേ അവർ ജനിച്ചത് മെസഡോണിയയിലാണ്. 26 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇന്ത്യയിലെ ഡാർജിലിംഗ് പട്ടണത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ദൈവവിളി ഉണ്ടാവുകയും അവർ ഇന്ത്യ തൻ്റെ രാജ്യമായി സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് അവർ കൽക്കട്ടയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പേരിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അവർ ലോകം മുഴുവൻ യാത്ര ചെയ്തിരുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. 44 വർഷം മുമ്പാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. മെസഡോണിയ ഒരു ധനിക രാജ്യമാണ്. വാഹനങ്ങളുടെ സ്പെയർ പാർട്ടുകളും സിഗരറ്റും ഭക്ഷ്യവസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നു. കൂടുതലും ജർമ്മനിയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. പണ്ട് യുഗോസ്ലാവിയയുടെ ഒരു സംസ്ഥാനമായിരുന്നു മെസഡോണിയ. അന്നത്തെ കാലത്ത് പുരോഗതി കുറവായിരുന്നു ഈ രാജ്യത്ത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം വമ്പിച്ച സ്വകാര്യവൽക്കരണം നടന്നതുകൊണ്ടാണ് അതിവേഗത്തിലുള്ള പുരോഗതി ഉണ്ടായത്. ഇപ്പോഴും രാജ്യത്ത് 20% ജനങ്ങളും കൃഷിക്കാരാണ്. മുന്തിരിയും കാപ്സിക്കവും ഗോതമ്പും കൃഷി ചെയ്യുന്നു. ഭക്ഷ്യമേഖലയിൽ ഈ രാജ്യത്തിന് സ്വയം പര്യാപ്തിയുണ്ട്. യുഗോസ്ലാവിയയും തുർക്കിയുമൊക്കെ ഭരിക്കുമ്പോൾ മെസഡോണിയയെ അവർ കാര്യമായി ഗവനിച്ചിരുന്നില്ല. അതുകൊണ്ട് വികസനം വളരെ കുറവായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് വ്യാവസായികവൽക്കരണം വ്യാപകമായി തുടങ്ങിയത്. അതുകൊണ്ടാണ് മെസഡോണിയയിലെ ഗ്രാമങ്ങളൊക്കെ ഇപ്പോഴും സുന്ദരമായിരിക്കുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു രാജ്യമായി മെസഡോണിയ മാറുവാൻ കാരണവും വൈകി വന്ന ഈ വ്യാവസായികവൽക്കരണമാണ്. ഇന്ത്യയിൽ വളരെ നേരത്തെ വ്യാവസായികവൽക്കരണം നടന്നതുകൊണ്ട് ഇന്ത്യയിലെ പല പട്ടണങ്ങളും
ഭംഗിയില്ലാത്ത വ്യാവസായിക നഗരങ്ങളായി മാറിയിരിക്കുന്നു. മസഡോണിയ പോലെ സുന്ദരമായ ഒരു സ്ഥലം മാത്രമേ ഇന്ത്യയിലുള്ളൂ, അത് ഗോവയാണ്. ഗോവയിൽ നെൽപ്പാടങ്ങൾ നികത്തി കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗോവയുടെ പച്ചപ്പ് ഒരിക്കലും നശിക്കുകയില്ല. ഗോവയിലെ ജനങ്ങൾക്ക് വീടെടുക്കുവാൻ ഭൂമി ലഭ്യമല്ലാത്തത് കൊണ്ട് ഭൂരിഭാഗം ആളുകളും ഫ്ളാറ്റുകളിലാണ് താമസിക്കുന്നത്. എങ്കിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ പറ്റിയ പച്ചപ്പ് ഇപ്പോഴും ഗോവക്കുണ്ട്. മസഡോണിയയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നു. പുകയില കൃഷിയുമുണ്ട്. രാജ്യത്തിന്റെ വരുമാനത്തിന്റെ 10% കാർഷിക മേഖലയിൽ നിന്നാണ് വരുന്നത്. മസഡോണിയയുടെ പതാക മനോഹരമായ മഞ്ഞയും ചുവപ്പും നിറങ്ങൾ ചേർന്നതാണ്. 8 സൂര്യരശ്മികൾ ഈ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും മനോഹരമായ പതാക തങ്ങളുടേതാണെന്ന് മസഡോണിയക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ ഇതുപോലെ മനോഹരമായ ദേശീയ പതാകകൾ അൽബാനിയക്കും ഹെയ്ത്തിക്കുമുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും മസഡോണിയൻ പതാകയോട് സാദൃശ്യമുള്ള ഒരു പതാക പാറിക്കളിക്കുന്നത് കാണാം. പാകിസ്ഥാനി സന്യാസി സംഘടനയായ ബ്രഹ്മകുമാരികളുടെ പതാക മസഡോണിയൻ പതാകയുമായി വളരെ സാദൃശ്യമുള്ളതാണ്. ഇന്ത്യയിൽ 100 കണക്കിന് ബ്രാഞ്ചുകൾ അവർക്കുണ്ട്. കണ്ണൂരിൽ മേലെച്ചൊവ്വയിലും ചാലാടും ബ്രഹ്മകുമാരി ആശ്രമങ്ങളുണ്ട്. ബ്രഹ്മകുമാരികൾ ഹിന്ദുക്കളല്ലെങ്കിലും അവരുടെ പല ചടങ്ങുകളും ഹിന്ദുമതവുമായി സാദൃശ്യമുണ്ട്. ധാരാളം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും ബ്രഹ്മകുമാരി ചടങ്ങുകളിൽ പതിവായി പങ്കെടുക്കാറുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം ബ്രഹ്മകുമാരി ആശ്രമത്തിൽ പോയിട്ടുണ്ട്. മറ്റ് മതങ്ങളെപ്പോലെ കർക്കശമായ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ബ്രഹ്മകുമാരി മതത്തിനില്ല. വിരലിലെണ്ണാവുന്ന നിയമങ്ങൾ മാത്രമേ ബ്രഹ്മകുമാരികൾക്കുള്ളൂ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആശ്രമത്തിൽ വരണമെന്നും മുരളി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസംഗം കേൾക്കണമെന്നും നിർബന്ധമുണ്ട്. അതുപോലെ ഉള്ളി ചേർക്കാത്ത വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്തതിനു ശേഷം മാത്രമേ സ്ത്രീകൾ ഭക്ഷണം സ്വീകരിക്കാവൂ എന്നും നിയമമുണ്ട്. ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രഹ്മകുമാരികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. ഒരു മുന്നറിയിപ്പുമില്ലാത്ത ഈ തീരുമാനം കാരണമായി ബ്രഹ്മകുമാരികൾ പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധിതരായി. ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും അവർക്ക് സ്വാഗതമില്ലാത്തതുകൊണ്ട് കയ്യിൽ കിട്ടിയതെല്ലാം പെറുക്കിയെടുത്ത് അനേകം ലോറികളിൽ ബ്രഹ്മകുമാരികൾ പഞ്ചാബിലെ വാഗാ ബോർഡറിൽ എത്തി. സന്യാസിനികളുടെ ഈ ആക്രമണത്തിൽ അമ്പരന്നുപോയ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അറിയിച്ചു. പണ്ഡിതനായ നെഹ്റു ബ്രഹ്മകുമാരികളെക്കുറിച്ച് മുൻകൂട്ടി കേട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവർ കുഴപ്പക്കാരല്ലെന്നും അവരെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സമ്മതമാണെന്നും അറിയിച്ചു. അതിനുശേഷം ജവഹർലാൽ നെഹ്റു ബ്രഹ്മകുമാരികൾക്ക് ഇന്ത്യൻ പൗരത്വവും രാജസ്ഥാനിലെ മൗണ്ട് അബു നഗരത്തിൽ ആശ്രമം പണിയുവാനുള്ള ഭൂമിയും നൽകി. ബ്രഹ്മകുമാരി മതത്തിൽ വിശ്വസിക്കുന്ന ബിസിനസ്സുകാർ കസ്റ്റമേഴ്സിന് കൂടി ലാഭമുണ്ടാകുന്ന തരത്തിൽ മാത്രമേ ബിസിനസ് ചെയ്യുകയുള്ളൂ. ബ്രഹ്മകുമാരി മതത്തിന്റെ സ്ഥാപകനായ ദാദാ ലക്രാജ് കിർപാലിനിയെ വിശ്വാസികൾ സ്നേഹപൂർവ്വം ബാബ എന്നാണ് വിളിക്കുന്നത്. ബാബ ഒരിക്കൽ പറഞ്ഞു, കച്ചവടക്കാരന് പുറമെ കസ്റ്റമേഴ്സിന് കൂടി ലാഭമുണ്ടാകുന്ന ബിസിനസ് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ 60 രൂപയുടെ മസാല ദോശ 50 രൂപക്ക് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് അത് ലാഭകരമായി അനുഭവപ്പെടുന്നു. അതേസമയം കച്ചവടക്കാരന് ലാഭത്തിൽ നിന്ന് 10 രൂപ മാത്രമേ കുറയുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ബ്രഹ്മകുമാരി സ്ഥാപകനായ ബാബ ശിഷ്യന്മാരെ എപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു. വജ്രവ്യാപാരിയായ ദാദാ ലക്രാജ് കിർപാലിനി മിതമായ വിലക്ക് വജ്രം കൊണ്ടുള്ള ആഭരണങ്ങൾ രാജകുടുംബങ്ങൾക്കും കോടീശ്വരന്മാർക്കും വിൽക്കുകയും ലോകത്തിലെ ഏറ്റവും മികച്ച വജ്രവ്യാപാരികൾ ഒരാളായി മാറുകയും ചെയ്തു. ഇങ്ങനെയുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ അദ്ദേഹം പുതിയ മതം സ്ഥാപിക്കുവാനും ആശ്രമങ്ങൾ ഉണ്ടാക്കുവാനും ചെലവഴിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ മുരളി എന്ന പേരിൽ ആഴ്ചതോറും ബ്രഹ്മകുമാരി ആശ്രമങ്ങളിൽ വായിച്ചു കേൾപ്പിക്കാറുണ്ട്. മസഡോണിയയിലെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അന്തർദേശീയ എയർപോർട്ട് ഒരു വർഷം 21 ലക്ഷം ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്നു. വിമാനത്താവളത്തിന് അലക്സാണ്ടറുടെ പേര് നൽകിയതിൽ ഗ്രീസിന് ശക്തമായ പരാതിയുണ്ട്. എന്ന് മാത്രമല്ല, മസഡോണിയയുടെ പേര് മാറ്റണമെന്നും ഗ്രീസിന്റെ വടക്ക് ഭാഗത്ത് ആ പേരിൽ ഒരു സംസ്ഥാനമുണ്ടെന്നും ഗ്രീസ് പരാതിപ്പെട്ടു. അയൽരാജ്യമായ ഗ്രീസിന്റെ വലിയ പട്ടാളവും വമ്പിച്ച സാമ്പത്തിക ശേഷിയും കണ്ട് ഭയപ്പെട്ടു പോയ മസഡോണിയ പേര് മാറ്റുവാൻ തയ്യാറായി. അങ്ങനെയാണ് മസഡോണിയയുടെ പേര് ഇപ്പോൾ നോർത്ത് മസഡോണിയ എന്നാക്കി മാറ്റിയത്. ഒരു കൊച്ചു രാജ്യത്തെ ഭീഷണിപ്പെടുത്തി അതിന്റെ പേര് പോലും മാറ്റാൻ നിർബന്ധിച്ച ഗ്രീസിന്റെ നടപടി അന്താരാഷ്ട്ര സമൂഹം വളരെയധികം വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രീക്കുകാർ പറയുന്നത് തങ്ങളുടെ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ പേര് മോഷ്ടിക്കുകയും തങ്ങളുടെ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന വ്യക്തിയുടെ പാരമ്പര്യം തട്ടിയെടുക്കുകയും ചെയ്ത ഒരു ക്രിമിനൽ രാഷ്ട്രമാണ് മസഡോണിയ എന്നാണ്.
എങ്കിലും ഗ്രീക്കുകാർ പറഞ്ഞതുപോലെ പേര് മാറ്റിയതുകൊണ്ട് മസഡോണിയയുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലാണ് ഗ്രീസ്. അടുത്ത കാലത്തായി മസഡോണിയ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്നതും ഗ്രീസുമായിട്ടാണ്. മഹാനായ അലക്സാണ്ടർ ഫിലിപ്പ് രാജാവിന്റെ മകനായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനാവാൻ രാജകുമാരന് ഭാഗ്യം സിദ്ധിച്ചു. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജാവായി അധികാരമേറ്റു. അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ കുന്തമുനയിൽ കയറ്റി ക്രൂരമായി കൊല ചെയ്യുന്ന ഒരു സ്വഭാവം അലക്സാണ്ടറിനുണ്ടായിരുന്നു. പല പട്ടാള തലവന്മാരെയും അദ്ദേഹം ക്രൂരമായി കൊല ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഏകാധിപത്യം തഴച്ചു വളർന്നത്. 30-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് അലക്സാണ്ടർ ഉണ്ടാക്കിയെടുത്തു. ഗ്രീസ് മുതൽ ഇന്ത്യ വരെ നീണ്ടുകിടക്കുന്ന ഈ സാമ്രാജ്യം കർക്കശമായ നിയമങ്ങളും ഏകാധിപത്യവും കൊണ്ട് വളരെ പെട്ടെന്ന് വളർന്നു വന്നു. അലക്സാണ്ടർ എപ്പോഴും സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ഞാനാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നായിരുന്നു. പതിയെ പതിയെ ഈ പേര് എല്ലാവരും സ്വീകരിക്കുകയും അദ്ദേഹത്തെ മഹാനായ അലക്സാണ്ടർ എന്ന് തന്നെ വിളിക്കുവാൻ തുടങ്ങുകയും ചെയ്തു.